ഇന്ന് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമല്ലേ? എപ്പോഴും വാങ്ങിക്കഴിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. നമ്മളിവിടെ ഉണ്ടാക്കുന്ന രീതിയാട്ടോ കാണിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിൽ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് നല്ലോണം കൂട്ടി യോജിപ്പിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലാണ് ആ മസാല ഒക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കുള്ളൂ. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഞാൻ ഒരു ഉള്ളി എടുത്തേക്കണം കേട്ടോ. ഒരു ഉള്ളി നല്ലോണം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇടുക. അത് വറുത്ത് കോരി മാറ്റി വെക്കുക. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് അതും വറുത്ത് കോരി എടുക്കാം. ആ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു 5 ഉള്ളിയായിട്ട് എടുത്തേക്കണം. ആ ഉള്ളി അരിഞ്ഞത് നമുക്ക് അതിലിട്ടിട്ട് നല്ലോണം വഴറ്റണം. കുറച്ച് RKG ഒഴിക്കുക കേട്ടോ. ആ ഉള്ളിയിൽ നല്ലോണം വഴറ്റിയതിന് ശേഷം നല്ലോണം വഴറ്റണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് അതും നല്ലോണം വഴറ്റുക. അത് നല്ലോണം പച്ചമണമൊക്കെ മാറിയാൽ നമുക്ക് തക്കാളി ഇടാം. പൊടികൾ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റുക. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച കോഴിക്കഷ്ണം ഇടുക. കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. എന്നിട്ട് അതൊരു 5 മിനിറ്റെങ്കിലും നമുക്കത് അടച്ച് വെച്ച് മസാല ഒക്കെ പിടിക്കേണ്ട രീതിയിൽ വേവിക്കണം. എന്നിട്ട് ബാക്കിയുള്ള മസാല ഇടുക. ഗരം മസാല, മല്ലി ഇല, പുതിനില, ഒരു തൈര്, കുറച്ച് തൈരൊക്കെ ഇട്ട് നല്ലോണം മസാല ആക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ബിരിയാണി ആ പാത്രത്തിലേക്ക് തന്നെ ചോറിടുക. കുറച്ച് ചോറിടുക, അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇടുക. അങ്ങനെ നമ്മൾ ചെയ്യുക. 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. 2-3 ലെയറായിട്ടിടുക. നമ്മൾ കെട്ടതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ മുകളിലിടുക. കുറച്ച് RKG ഒഴിക്കുക. എല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റെങ്കിലും 5-10 മിനിറ്റെങ്കിലും നമുക്ക് ചെറുതീയിൽ വെക്കണം കേട്ടോ. വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.